ചായയാണോ കാപ്പിയാണോ നല്ലത് കൂട്ടുകാരെ? കാപ്പിയെക്കുറിച്ച് പറയുമ്പോൾ തലച്ചോറിനെ ഉണർത്തുന്ന ഡോപാമിൻ എൻസൈം സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള കഴിവുള്ളതുകൊണ്ട് സ്ഥിരമായി കാപ്പി കുടിക്കുന്നവരിൽ അൾഷിമേഴ്സിൻ്റെ അളവ് കുറയുന്നതായി കാണുന്നുണ്ട്. അതുപോലെ അധികം മധുരമൊന്നും ചേർക്കാതെ കഴിക്കുന്ന കാപ്പി ടൈപ്പ് 2 ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ പ്രമേഹ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. ഹൃദയത്തിൻ്റെ പ്രവർത്തനം ത്വരിതപ്പെടുത്താൻ കാപ്പിക്ക് സാധിക്കും. എന്നാൽ അധികം കഴിക്കവരി കഫീൻ്റെ അളവ് കൂടുകയും ഹൃദയത്തിൻ്റെ താളം തെറ്റിക്കാൻ ഇതിടയാകുകയും ചെയ്യുന്നു. അതായത് ഏട്രിയൽ ഫിബ്രിലേഷന് കാരണമാകുന്നു. എന്നാൽ ശരിയായ അളവിൽ കഴിച്ചാൽ ചുമ പോലെയുള്ള അസുഖങ്ങൾക്കും ഇത് വളരെ നല്ലതാണ്. നമ്മൾ ചായയിലേക്ക് വരുമ്പോൾ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് അസുഖങ്ങളെ ചെറുത്ത് നിൽക്കാനുള്ള ശക്തിയുണ്ട്. പ്രത്യേകിച്ചും ഗ്രീൻ ടീയിൽ. ചായയിലടങ്ങിയിരിക്കുന്ന പോളിഫിനോൾസ് ക്യാൻസറിനെ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നു. അല്പം ഇഞ്ചി ചേർത്ത് കുടിക്കുന്ന ചായ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും സഹായിക്കുന്നു. എന്നാൽ ഇത് കൂടുതലായി കഴിക്കുക വഴി കഫീൻ്റെ അളവ് ശരീരത്തിൽ കൂടുകയും ഉറക്കക്കുറവ് അനുഭവപ്പെടുകയും ആൻസൈറ്റി കൂടുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ശരീരത്തിലെ നാച്ചുറൽ അയണിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കുന്നു. എന്നാൽ യാതൊരു പാർശ്വഫലങ്ങളുമില്ലാതെ ഒരു ദിവസം 2 തൊട്ട് 4 കപ്പ് വരെ ചായയോ കാപ്പിയോ ഒരു ഹെൽത്തിയായ മനുഷ്യന് കുടിക്കാം. അപ്പം ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. സീ യു സൂൺ.